അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. മരണത്തിന് വേണ്ടി ഓരോരുത്തരും ഒരുങ്ങി തയ്യാറായി നിൽക്കല് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ആ മരണത്തിന് വേണ്ടി നാം ഒരുങ്ങി നിൽക്കേണ്ടത് തൗബ ചെയ്തുകൊണ്ട് ഒരുങ്ങി നിൽക്കല് നമുക്ക് നിർബന്ധമാണ്. എന്നാൽ നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായതായിരിക്കുന്ന രോഗികളുണ്ടാകും. ആ രോഗികൾക്കൊക്കെ മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കല്, രോഗികളെ മരണത്തിന് വേണ്ടി തയ്യാറാക്കല് സുന്നത്തായ കാര്യമാണ്. എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ടാണ് മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കേണ്ടത്? അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളതായിരിക്കുന്ന പ്രായമായ ആളുകൾക്ക് അതിനു വേണ്ടി നാം എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് നാം ഓരോരുത്തരും പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഈ വീഡിയോയിലൂടെ. ഇൻഷാ അല്ലാഹ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക, മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ ഒരു പ്രായമായതായ രോഗിയുണ്ടായാൽ ആ രോഗിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത് ഓരോരുത്തരും പഠിച്ചു കഴിഞ്ഞാൽ പ്രയാസമില്ലാതെ നമുക്ക് ആ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം ചെയ്യേണ്ട കാര്യങ്ങൾ. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. തൗബ ചെയ്ത് മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. നമ്മുടെ മരണം ഏത് സമയത്ത്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ നമ്മുടെ കൂടെയുള്ളവർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരവസ്ഥ. രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി ജോലിക്ക് പോയവനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് മയ്യത്തായിട്ടാണ്. ഇങ്ങനെ പല വാർത്തകളും നാം കേൾക്കാറുണ്ട്. അപ്പോഴൊക്കെ നാം ചിന്തിക്കേണ്ടത്, പടച്ച റബ്ബേ, എനിക്കും ഈ ഒരവസ്ഥ വരാനുണ്ടല്ലോ, എന്നെയും ഇതുപോലെ കുളിപ്പിച്ച് കട്ടിലിൽ ഇതുപോലെ ഒരു നേർത്ത തുണി മുകളിലിട്ടുകൊണ്ട് കിടത്തുമല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്കൊക്കെ വരേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന രോഗികളായിരിക്കുന്ന ആളുകളുണ്ടാകും. ആ ആളുകളൊക്കെ നാം എങ്ങനെയാണ് മരണത്തിന് വേണ്ടി തയ്യാറാക്കേണ്ടത് എന്ന് കിതാബുകളിലൂടെയൊക്കെ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ടത്, ഒരു രോഗിയായ മനുഷ്യനുള്ള വീട്ടിൽ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ കുഞ്ഞുങ്ങളാവട്ടെ, അവർ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന രോഗികളാണ്. നമുക്ക് ആ രോഗികളെ കണ്ടാൽ തന്നെ അറിയാൻ കഴിയും. വളരെ മരണമാസന്നം, അത് വളരെ അത്യാസന്ന നിലയിലുള്ളതായിരിക്കുന്ന രോഗികളെ കണ്ടാൽ നമുക്ക് പലർക്കും അദ്ദേഹത്തിൻ്റെ മരണം അടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനത്തെ രോഗികളായിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് മെൻസസ് ഉള്ളതായിരിക്കുന്ന സ്ത്രീകൾ അങ്ങോട്ട് അടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജനാപത്തുള്ളതായിരിക്കുന്ന പുരുഷനും സ്ത്രീയും അവർ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ആ രോഗിയുടെ അരികിലേക്ക് എത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മരണത്തിൻ്റെ സമയം അടുക്കുമ്പോൾ, ആ മരണത്തിൻ്റെ വെപ്രാളങ്ങളൊക്കെ നാം കാണുന്ന സമയത്ത് അത്തരം ആളുകളുടെ അരികിലേക്ക് മെൻസസ് ഉള്ള സ്ത്രീയും അതുപോലെ തന്നെ വലിയ അശുദ്ധിയുള്ളവരും അടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മലക്കുകൾ അവിടെ നിന്ന് അകന്നു പോകാൻ അതൊരു കാരണമായി തീരും. അതുകൊണ്ട് തന്നെ വലിയ അശുദ്ധിയുള്ളവരാണെങ്കിൽ കുളിച്ച് വൃത്തിയായി വന്നുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരിക. അതുപോലെ തന്നെ വലിയ അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ മരിക്കുന്നത് വരെ അങ്ങോട്ട് അടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രോഗിയായി കിടക്കുന്ന മനുഷ്യനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ആ രോഗി കിടക്കുന്ന റൂമിൽ കുട്ടികളുടെ കളിക്കോപ്പുകളായിരിക്കുന്ന പാവകൾ, അതുപോലെ തന്നെ മൃഗങ്ങളുടെ രൂപമുള്ളതായിരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ റൂമിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ ഫോട്ടോകൾ നിർബന്ധമായും ആ വീട്ടിൽ നിന്ന് ആ റൂമിൽ നിന്ന് മാറ്റാൻ വേണ്ടി നാം ശ്രമിക്കണം. പുസ്തകങ്ങളിൽ ഫോട്ടോകളുള്ള പുസ്തകങ്ങളുണ്ടാകും. പുറംചട്ടയിൽ
ഉള്ള ഫോട്ടോകളുള്ള പുസ്തകങ്ങൾ, അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെച്ചത്, ഇങ്ങനെ രൂപമുള്ളതായിരിക്കുന്ന ഫോട്ടോകളുള്ളത് മനുഷ്യൻ്റെതായാലും മൃഗങ്ങളുടേതായാലും ഈ ഫോട്ടോകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ റൂമിൽ നിന്ന് നാം മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്യേണ്ടതാണ്. നമ്മുടെ നാം പഠിച്ചു വെച്ചാൽ നമുക്ക് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഇത് ഓർമ്മ വരികയും നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുകയും ചെയ്യും. അപ്പോൾ ഒരു മരണമാസന്നമായ ആളുടെ റൂമിൽ രോഗിയായി കിടക്കുന്നവനാണെങ്കിൽ ആ രോഗിയായി കിടക്കുന്ന ആളുടെ റൂമിൽ നിന്ന് പാവകളുടെ കുട്ടികളുടെ കളിക്കോപ്പുകൾ, അത് മനുഷ്യന്റെ രൂപമുള്ള പാവയായാലും മൃഗങ്ങളുടെ രൂപമുള്ളതായാലും ഒക്കെ അവിടെ നിന്ന് മാറ്റുക. അതുപോലെ തന്നെ ഫോട്ടോകളൊക്കെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ആ വീട്ടിൽ നമ്മുടെ വീടിനോട് ചേർന്ന് നായകളൊക്കെ ഉണ്ടെങ്കിൽ ആ നായകളെ അവിടേക്ക് നിന്ന് മാറ്റുക, എറിഞ്ഞോടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് മലക്കുകൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലേക്ക് മലക്കുകൾ വരാനുള്ളതായിരിക്കുന്ന വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ ആ രോഗി കിടക്കുന്ന റൂമിൽ നല്ല സുഗന്ധങ്ങൾ പുകയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാത്രവുമല്ല സൂറത്ത് യാസീന് ആ രോഗിയുടെ അടുത്ത് വെച്ചുകൊണ്ട് പാരായണം ചെയ്യണം. അത് മരണത്തിൻ്റെ സമയത്തുള്ളതായിരിക്കുന്ന, സക്കറാത്തിൻ്റെ സമയത്തുള്ളതായിരിക്കുന്ന വെള്ളത്തിനുള്ള ദാഹം, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വളരെ വലിയ ദാഹം ആ സമയത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ രോഗിയായി കിടക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തത് കാണാം, നല്ല തുണിയിൽ, കോട്ടൻ്റെയൊക്കെ തുണിയിൽ വെള്ളത്തിൽ മുക്കിയിട്ട് അവൻ്റെ ചുണ്ടിലിങ്ങനെ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് എന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ രോഗിക്ക് തേന് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. മരണസമയത്ത് തേന് അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് മുത്തനബിയുടെ വാക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാം മരണസമയത്ത് ആ മരണത്തിൻ്റെ വെപ്രാളത്തിൽ വലിയ ദാഹമുണ്ടാകും. ആ ദാഹം ശമിക്കാൻ സൂറത്ത് യാസീൻ ആ സമയത്ത് പാരായണം ചെയ്യുന്നത് നല്ലതാണ് എന്ന് കാണാം. അതുപോലെ തന്നെ സൂറത്തു റഅദ് പാരായണം ചെയ്താൽ മരണവേദനയിൽ നിന്ന് അവനക്ക് കുറവുണ്ടാകുമെന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ രോഗിയായി, അത്യാസന്നമായ രോഗിയായി കിടക്കുന്ന മനുഷ്യനിക്ക്, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യനിക്കൊക്കെ വുളൂ ചെയ്തു കൊടുത്താൽ അവൻ്റെ മരണസമയത്ത് അവൻ്റെ ആത്മാവിനെ, റൂഹിനെ സ്വീകരിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. അപ്പം നാം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ കുറേ പറഞ്ഞു. പാവകൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആ റൂമിൽ നിന്ന് മാറ്റുക, ഫോട്ടോകൾ മാറ്റുക, അതുപോലെ തന്നെ സുഗന്ധങ്ങൾ ആ റൂമിൽ പുകയിപ്പിക്കുക, മെൻസസ് ഉള്ള സ്ത്രീകൾ, വലിയ ശുദ്ധിയുള്ളവരൊക്കെ ആ റൂമിലേക്ക് പ്രവേശിക്കാതിരിക്കുക, സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക, സൂറത്ത് റഅദ് പാരായണം ചെയ്യുക. ഈ രോഗിക്ക്, മരണമാസന്നമായതായിരിക്കുന്ന ആ രോഗിക്ക് വെള്ളം തൊട്ടു കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു രോഗിയായി അവൻ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു രോഗിയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ രോഗം കലിശലാകുന്ന ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ആ രോഗിയുടെ നഖം മുറിച്ചു കൊടുക്കുക, മീശ വെട്ടിക്കൊടുക്കുക, താടിയൊക്കെ നേരെയാക്കി കൊടുക്കുക, അതേപോലെ തന്നെ ഗുഹ്യ രോമങ്ങൾ നീക്കി കൊടുക്കുക, കക്ഷം വടിക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യൽ. അതുപോലെ തന്നെ അവന് നല്ല വസ്ത്രം ധരിപ്പിച്ച് ഒരു പുതുമണവാളനെ പോലെ ഒരുക്കലൊക്കെ സുന്നത്താണ് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. മരണത്തിന് വേണ്ടി അവനെ ഒരുക്കുക. ഇത് നല്ല മരണം കിട്ടാൻ ആ രോഗിക്ക് കാരണമായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ വചനം ആ രോഗിക്ക് ചൊല്ലിക്കൊടുക്കണം. ഇതും രോഗിയുടെ ഏറ്റവും തൊട്ടടുത്ത, ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളുകൾ ചൊല്ലിക്കൊടുക്കാതിരിക്കലാണ് നല്ലത് എന്ന് ചർച്ച ചെയ്തത് കാണാം. എന്നാലും ആ റൂമിൽ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെല്ലാവരും കൂടെ ചൊല്ലുമ്പോൾ ആ രോഗിയും അത് ചൊല്ലാൻ കാരണമായി തീരും. അപ്പോൾ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്തു തൗഹീദിന്റെ വചനം ചൊല്ലി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ മരിക്കാനായിരിക്കുന്ന ആ രോഗിക്ക്, അതല്ലെങ്കിൽ അത്യാസന്നമായി ആയ അവസ്ഥയിൽ കിടക്കുന്ന രോഗിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി
നാം ശ്രമിക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആ ഒരു രോഗിക്ക് വേണ്ടി തയ്യാർ ചെയ്തു കൊടുക്കേണ്ട, അവൻ്റെ മരണം എളുപ്പമാകാൻ, നല്ല മരണം കിട്ടാൻ വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഉണർത്തിയത്. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബന്ധത്തിൽ ഈ രൂപത്തിലുള്ള ഒരാളെ കണ്ടാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കിബിലക്ക് നേരെ കിടത്താൻ വേണ്ടി വലതുഭാഗം കിബിലക്ക് നേരെ വരുന്ന രീതിയിൽ കിടത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതിന് കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ മലർത്തി കിടത്തിയിട്ട് കാൽപാദം രണ്ടും കിബിലക്ക് നേരെയും മുഖം കിബിലക്ക് നേരെയും വരുന്ന രീതിയിൽ കിടത്തണം. മുഖം കിബിലക്ക് നേരെ വരുന്ന രീതിയിൽ കിടത്തുമ്പോൾ തലയുടെ അടിഭാഗത്ത് ഒരു തലയിണയോ അതല്ലെങ്കിൽ തല ഉയർന്നു നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മുണ്ടോ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ തല ഒന്ന് ഉയർന്നു നിൽക്കും. അപ്പോൾ അത് മുഖം കിബിലക്ക് നേരെ വരുന്ന, രണ്ട് കാൽപാദങ്ങളും കിബിലക്ക് നേരെ വരുന്ന രീതിയിൽ രോഗിയെ കിടത്തുക. ഇതൊക്കെ ഒരു രോഗിക്ക്, മരണമാസന്നമായതായിരിക്കുന്ന ഒരു രോഗിക്ക് നല്ല മരണങ്ങൾ കിട്ടാൻ കാരണമായി തീരും. അല്ലാഹു തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണസമയത്ത് നല്ല മരണം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്, ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഉടനെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.